ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. 15-ാം അധ്യായം അതിൻ്റെ ഏറെക്കുറെ ഉപസംഹാര ഭാഗത്തേക്ക് വരികയാണ്. തത്വമസി മഹാവാക്യത്തിൻ്റെ തത്പദത്തെയും ത്വംപദത്തെ നീ എന്നുള്ളത് ആദ്യത്തെ 6 അധ്യായങ്ങളെ കൊണ്ട് ത്വംപദ നിരൂപണമായിരുന്നു ഭഗവത്ഗീത നടത്തിയതെങ്കിൽ പിന്നീട് വരുന്ന 13-ാം അധ്യായം വരെ തത്പദത്തിൻ്റെ നിരൂപണമായിരുന്നു. പിന്നീട് വരുന്ന 6 ഭാഗം, ഇപ്പോൾ അവസാനത്തെ ഭാഗം അസി എന്നുള്ള ആയിത്തീരുക എന്നുള്ള അത് നീയാകുന്നു, തത് ത്വം അസി, അത് നീയാകുന്നു. അപ്പോൾ ആ ആകലിൻ്റെ ആയിത്തീരലിന് ഊന്നൽ നൽകുന്നതാണ് അത്. പ്രത്യേകിച്ച് ഈ 15-ാം അധ്യായത്തിൽ ഭഗവാൻ അത് പറഞ്ഞു. ആരാണോ അവനവനിൽ അത് കണ്ടെത്താത്തത് അവനെ വിമൂഢൻ എന്ന് പറയും. അതേസമയം അവനവനിൽ കണ്ടെത്തുന്ന ജ്ഞാനി ജ്ഞാനചക്ഷുസ്സുകൊണ്ട് എങ്ങനെ അത് കാണുന്നു എന്നും മനോഹരമായിട്ട് പറഞ്ഞു. തുടർന്ന് എങ്ങനെയാണ് ഈശ്വരനെ ആ ചൈതന്യം സൂര്യനിലെ പ്രഭയായി, ചന്ദ്രനിലെ പ്രഭയായി, ഭൂമിയുടെ അതിൻ്റെ എല്ലാറ്റിൻ്റെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന, അതുപോലെ തന്നെ ഓജസ് നൽകുന്ന, സസ്യലതാദികൾക്ക് മുഴുവൻ ഔഷധിയേകുന്ന ചന്ദ്രൻ്റെ പ്രക്രിയ, ഇതെല്ലാം ഞാനാകുന്നു. ഗാമാവിശ്യച ഭൂതാനി ധാരയാമ്യഹമോജസ പുഷ്ണാമി ചൗഷധി സർവാഹ സോമോ ഭൂത്വാ രസാത്മക. ഓരോന്നിലും 10-ാം അധ്യായം വിഭൂതി യോഗത്തിൽ നമ്മൾ കണ്ടതാണ്. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യോ തേജസ്വിനാമഹം വിഭൂതിയിൽ. അപ്പോൾ ഇവിടെ വരുമ്പം വീണ്ടും നമ്മളെ അത് ഓർമ്മിപ്പിക്കുക. ഇനി ഈ അധ്യായം ഭക്ഷണത്തിന് മുൻപ് ഈ അധ്യായം ആശ്രമങ്ങളിലും മറ്റും ചൊല്ലുന്നതിൻ്റെ കാരണം എന്താണ് എന്നാണെങ്കിൽ ഇതാ ഇവിടെ ഒരു 14-ാമത്തെ ശ്ലോകം നമുക്ക് ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന അന്നം, ആ അന്നം ദഹിപ്പിക്കുന്ന ദഹന പ്രക്രിയ അത് നടത്തുന്നത് ആരാണ്, ഇത്യാദി കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. പല അർത്ഥതലങ്ങളുള്ള ഒരു ശ്ലോകം കൂടിയാണിത്. അഹം വൈശ്വാനരഃ ഭൂത്വാ പ്രാണിനാം ദേഹം ആശ്രിതഃ. അഹം പ്രാണിനാം ദേഹം ആശ്രിതഃ. ഞാൻ, ബോധം, ഈ വിശ്വത്തിൻ്റെ പരമമായ കാരണം ഈശ്വരൻ പറയുന്നു. ഞാൻ അഹം പ്രാണിനാം ദേഹം ആശ്രിതഃ. പ്രാണിനാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന എഴഞ്ഞു പോകുന്ന പ്രാണി എന്നുള്ളതല്ല. പ്രാണനെ ധരിച്ചിട്ടുണ്ടോ അതെല്ലാം, അത് ആന മുതൽ സകലതും, കടലിലെ ഏറ്റവും വലിയ തിമിംഗലമാണെങ്കിലും കരയിലെ ആനയാണെങ്കിലും മനുഷ്യരാണെങ്കിലും സകലരും എന്താണ്, പ്രാണികളാണ്. എന്തുകൊണ്ട്? പ്രാണനെ ധരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പം എല്ലാ ജീവജാലങ്ങളിലും പ്രാണനായിട്ടാണ് ഞാൻ പ്രാണനായി ഞാൻ പ്രാണികളിൽ പ്രവേശിച്ചു. എന്നിട്ട് അഹം പ്രാണിനാം ദേഹം ആശ്രിത, ഈ പ്രാണനെ ധരിച്ചിട്ടുള്ള സകലരുടെ ദേഹത്തിലും ഞാൻ ചെന്നിട്ട് എൻ്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശ്വാനരഃ ഭൂത്വാ, ഞാൻ വൈശ്വാനരൻ എന്ന് പറയുന്ന അഗ്നിയാണ്. ജഠരാഗ്നിയാണ് വൈശ്വാനരാഗ്നി എന്ന് പറയാം.
എന്തിനാണ് ഈ വൈശ്വാനരാഗ്നി? എന്താണ് അതിൻ്റെ വൈശ്വാനരൻ്റെ ജോലി? പറയുന്നു, പ്രാണാപാന സമായുക്ത. പ്രാണന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നു. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇതിൽ പ്രാണാപാന സമായുക്ത. 2 പ്രാണന്റെ പേര് പറഞ്ഞു, ബാക്കിയെല്ലാം ഇതിലുണ്ട്. ഓരോ പ്രാണനും ഓരോരോ ജോലികളുണ്ട്. ഇങ്ങനെ പ്രാണാപാനന്മാരായിക്കൊണ്ട് ഈ വായുക്കളുടെ സഹായത്തോടു കൂടി, ഇതെല്ലാം എൻ്റെ പ്രവൃത്തികളാണ്. ചതുർവിധം അന്നം അഹം പചാമി. നമ്മൾ കഴിക്കുന്ന 4 പ്രകാരത്തിലുള്ള അന്നത്തെ ഞാൻ ദഹിപ്പിക്കുന്നു എന്നാണ്. നമ്മൾ പ്രധാനമായിട്ട് 4 പ്രകാരത്തിലുള്ള അന്നം കഴിക്കുന്നുണ്ടെന്നാണ്. ഒന്ന് പേയം എന്ന് പറയും. പേയം എന്ന് പറഞ്ഞാൽ കുടിക്കുന്നതാണ്, ജലം. ഇതൊക്കെ ദഹിക്കേണ്ട കാര്യമുണ്ട്. ചായ, കാപ്പി, ജ്യൂസ് ഇത്യാദികളൊക്കെ ഉണ്ട്, പേയമാണ്. പിന്നെ ചർവ്യമുണ്ട്, ചവച്ചരച്ച് കഴിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ചോറ്, ചപ്പാത്തി, ഇഡ്ഡലി ഇങ്ങനെയുള്ള തുടങ്ങിയതെല്ലാം ചിലപ്പോൾ അമ്മമാർ പറയുമല്ലോ, എടാ ചവച്ചരച്ച് കഴിക്കുക, വിഴുങ്ങിയിടാതെ. അപ്പോൾ പല്ലുകൊണ്ട്, അണപ്പല്ലുകൊണ്ട് ചവച്ചരച്ച് കഴിക്കുന്നു. അതാണ് ചർവ്യം. പിന്നെ ഈ പൊട്ടിച്ച് കഴിക്കുന്നതൊക്കെ ഉണ്ട്, ഖാദ്യം. അതായത് ഈ ചിപ്സ് മുതലായിട്ടുള്ളതൊക്കെ, കറുമുറുകൾ, ഉണ്ടംപരി, മുറുക്ക്, അച്ചപ്പം, കുഴലപ്പം, അങ്ങനെ പറഞ്ഞ് പല സാധനങ്ങളും ഉണ്ടല്ലോ, അങ്ങനെയൊന്നും. പിന്നെയോ ലേഹ്യം. ലേഹ്യം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം മുതലായിട്ടുള്ളതൊക്കെ നക്കി തിന്നണതാണ്. ഇങ്ങനെ 4 വിധത്തിലാണ്. വിഴുങ്ങിയിടുന്നതിനെ കുറിച്ചൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഈ 4 പ്രകാരത്തിലുള്ള അന്നത്തെയും, ചതുർവിധം അന്നം ഈ ആയുർവേദത്തിൽ ഈ 4 വിധത്തിലുണ്ട്. കഷായമുണ്ട്, ലേഹ്യമുണ്ട്, കുടിക്കുന്ന അതുണ്ട്, നക്കി തിന്നുന്ന ലേഹ്യങ്ങളുണ്ട്, ചൂർണമുണ്ട്. ഈ 4 വിധത്തിലും ചെല്ലേണ്ടത് 4 വിധത്തിൽ തന്നെ വേണം. ഇപ്പോൾ പുതിയ ഇതിൽ ഐസ്ക്രീമൊക്കെ റോസ്റ്റ് ചെയ്തതൊക്കെ ഉണ്ട്. എന്തൊക്കെ കോമ്പിനേഷനാണെന്ന് പറയും. ഇരിക്കട്ടെ. അതേസമയം മറ്റാഹാരങ്ങളും ഉണ്ട്, അതും ദഹിപ്പിക്കപ്പെടേണ്ടതാണ്. അതെന്തൊക്കെയാണ്? ഗന്ധരൂപത്തിൽ, അത് നമ്മൾ ആഹരിക്കുക ചെയ്യുന്നു. അതുപോലെ തേജോരൂപം. മറ്റത് ചർവ്യം, ഖാദ്യം, പേയം, ലേഹ്യം. ചവച്ച് തിന്നുന്നത്, കടിച്ച് തിന്നുന്നത്, കുടിക്കുന്നത്, നക്കി തിന്നുന്നത്. മറ്റേത് എന്താണ്? ഗന്ധരൂപം, നാസിക, അത് അന്നം തന്നെയാണ്. അതുപോലെ തേജോരൂപം, കാഴ്ചയിൽ, കണ്ണിലൂടെ കാണുന്നത്. വായുരൂപം, സ്പർശത്തിൽ. ജലരൂപം, രസത്തിൽ. ഇതും 4 അന്നങ്ങളാണ്. ഇതിനെയൊക്കെ ദഹിപ്പിക്കുന്നവൻ ഞാനാണ്, പ്രത്യേകം. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിൽ ഈ അന്നദാനം, മഹാദാനം എന്ന് പറയും. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദാനമാണ് അന്നദാനം. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, ഏത് കാട്ടുകള്ളനാണെങ്കിലും, ഏത് കൊടിയ കുറ്റവാളിയാണെങ്കിലും, ദോഷമില്ലാത്ത, മറ്റെല്ലാ കർമ്മങ്ങളിലും പലപ്പോഴും ദോഷങ്ങളുണ്ട്. ഈ ഒരു കർമ്മത്തിലേ ഉള്ളൂ ദോഷമില്ലാത്തത്. ഏത് കൊടും കുറ്റവാളിക്കും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതോ ഭക്ഷണം കൊടുക്കുന്നതോ തെറ്റല്ല, ഇത് ശരിയാണ്, നിഷേധിച്ചുകൂടാന്ന്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പറയാം, അന്നം ന നിന്ദ്യ തത് വ്രതം. അന്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപനിഷത്ത് കുറേ പറയും. അന്നാദ്യേവ കൽവിമാനി ഭൂതാനി ജായന്തേ. അന്നത്തിൽ നിന്നുണ്ടായി, അന്നത്തിൽ നിലനിന്ന് അന്നത്തിലേക്ക് മടങ്ങുന്നതാണ് നമ്മുടെയൊക്കെ ശരീരം. അതുകൊണ്ടാണ് ഇതിന് അന്നമയ കോശം എന്ന് പറയുന്നത്.
നമുക്ക് 5 കോശങ്ങളുണ്ട്. അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ. 5 ലെയർ നമ്മൾ. എന്തായാലും ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, സകല ജീവജാലങ്ങളുണ്ട്. ഒരു പെരുമ്പാമ്പ് കാഴ്ചയിൽ അതിൻ്റെ വായൊക്കെ ഇത്രയേ ഉള്ളൂ, പക്ഷേ അത് ആട്ടുംകുട്ടിയൊക്കെ വിഴുങ്ങും. മൂപ്പര് വിഴുങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇഴഞ്ഞൊന്നും പോകാൻ പറ്റില്ല, അവിടെ കിടക്കും. പിന്നെ അത് മുഴുവൻ ദഹിപ്പിക്കണം. അത് ദഹിച്ചിട്ടൊക്കെയേ സാവകാശം അത് പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൊല്ലിയിൽ പിടിച്ച് അതിൻ്റെ വയറൊക്കെ കീറി ആട്ടുംകുട്ടിയെ പുറത്തെടുക്കുന്ന വിദ്വാന്മാരുണ്ട്. അവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ആട്ടുംകുട്ടി പോയി കഴിഞ്ഞു കഥ. അതൊരു പെരുമ്പാമ്പിനെ സംബന്ധിച്ച് അതിൻ്റെ അന്നമാണ്. നമ്മളത് വളർത്തി നോക്കിയായിരിക്കാം. ഒന്നും അതിൻ്റെ വിഹിതമാണത്. അങ്ങനെ നോക്കിയാൽ കോട്ടയെന്ന് വിചാരിച്ചാണ്. ചില വിദ്വാന്മാരുണ്ട് അതിൻ്റെ തൊണ്ടയിൽ കഴിയിട്ട് പിടിച്ച് പുറത്തെടുക്കും. എന്നിട്ട് പിന്നെ എന്തോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അതിനെ റീലുണ്ടാക്കും. അപ്പോൾ റീലിന് വേണ്ടി ഇപ്പോൾ എന്ത് തോന്നിയാസവും കാണിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനാണ് എല്ലാ പെരുമ്പാമ്പും പെരിച്ചാഴിയുടെയും സകലതും ദഹിപ്പിക്കുന്നത്. നമ്മളത് ദഹിപ്പിക്കുന്നത് മൂപ്പര് തന്നെയാണ്. തുടർന്ന് ഭഗവാൻ പറയാം, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടഃ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യഃ വേദാന്തകൃത് വേദവിദേവ ചാഹം. ഗംഭീര ശ്ലോകാണ്. എന്താ പറയണത്? സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ടഃ. സർവസ്യ, എല്ലാറ്റിൻ്റെയും. ബ്രാഹ്മണൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല. അങ്ങനെ പൂണൂൽ ബ്രാഹ്മണധാരികളുടെ അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെയാണോ നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളത്? കേട്ടോളൂ. സർവസ്യ ച, എല്ലാവരുടെയും. ഹൃദി, കേന്ദ്രത്തിൽ, നമ്മുടെ ഹാർട്ടിൽ എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ഹാർട്ടിൽ ഭഗവാൻ പോയിട്ടുണ്ടാവും സർജറിയിൽ. ഹൃത് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ ഹൃദി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ എന്നുള്ളതിന് ഈ പമ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അവയവമായിട്ടുള്ളതല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വലിച്ചിൽ വരുമല്ലോ, നമ്മുടെ കേന്ദ്രമാണ്. പല വികാരങ്ങളും ഒക്കെ പോയിരിക്കുന്ന ഒന്നാണ്. ശരീരത്തിൽ എവിടെയെങ്കിലാണോ എന്ന് ചോദിച്ചാൽ അതല്ല. എന്നാൽ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ സർവസ്യ ച അഹം, ഞാൻ എല്ലാവരുടെയും ഹൃദി സന്നിവിഷ്ടഃ, അതിൽ ഇരിക്കുന്നവനാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഹൃദയാന്തർഭാഗത്ത് മൂപ്പര് ഇരിക്കുന്നുണ്ട്. അതിന് ഞാൻ ഇന്നവരിൽ കുറച്ച് കൂടുതലാണ്, ഇന്നവരിൽ കുറച്ച് കുറവാണ് ഇല്ല. എല്ലാവരിലും ഞാൻ തുല്യമാണ്, എല്ലാറ്റിലും. സർവസ്യ ച അഹം, സർവസ്യ ച ഹൃദി അഹം സന്നിവിഷ്ടഃ, എല്ലാവരുടെ ഹൃദയത്തിലും ഞാൻ സന്നിഹിതനാണ്. മത്ത, എന്നിൽ നിന്നാണ് സ്മൃതി, ഓർമ്മയുണ്ടാകുന്നത്. ഞാനാണ് എല്ലാവർക്കും ഓർമ്മ നൽകുന്നത്. മത്തസ്മൃതി, ജ്ഞാനം, അറിവുണ്ടാകുന്നത് എന്നിൽ നിന്നാണ്. അപോഹനം, മറവി. ചിലതൊക്കെ മറക്കേണ്ടതുണ്ട് എന്ന് പറയാം. അത് ഭഗവാൻ നമുക്ക് ഇവിടെ പറയുന്ന അപോഹനം എന്ന് പറയുന്നത് ഒരനുഗ്രഹമായിട്ടുള്ള ഒന്നാണ്. അപോഹനം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെയൊക്കെ വേർപാട് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ചിലപ്പോൾ അകാലത്തിലൊക്കെ പൊലിഞ്ഞു പോകുന്ന മക്കൾ, കുട്ടികൾ, ആക്സിഡൻറ്റ്, അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ചിലർ ആത്മഹത്യ ചെയ്യുന്നു. ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉള്ളത്, എന്തെങ്കിലും അപകട മരണങ്ങളുണ്ട്. അപ്പം അത് നമ്മുടെ അതൊക്കെ അനുഭവിക്കുന്ന ആ സമയത്ത് പിന്നെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് ഞാൻ പോവുക, എങ്ങനെ എൻ്റെ നാളുകൾ മുന്നോട്ട് പോവും
എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ലാത്തൊരു അവസ്ഥ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ചിലത് സ്മൃതിപഥത്തിൽ വരുന്നു, നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച്, ചെയ്യേണ്ടതിനെക്കുറിച്ച് ഒക്കെ സ്മൃതി രൂപത്തിൽ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു പലതും. അപോഹനം, മറക്കാൻ പഠിപ്പിക്കുന്നു നമ്മളെ. അതിൻ്റെ ഡോസ് കുറച്ച് മറ്റേ അത് അവിടെ ഇത് മറന്നുപോയി അത് മറന്നുപോയി അങ്ങനത്തെ ഉത്തരവാദിത്വം ഇല്ലായ്മയാകുന്ന മറവിയല്ല, അത് നല്ല പെടകിട്ടായിട്ടാണ്. ആ മറവിയല്ല. നമുക്ക് അനുഗ്രഹമായി വർത്തിക്കുന്ന ഇത്തരം കൊടും അനുഭവങ്ങളുടെ ചില അനുഭവങ്ങളൊക്കെ നമുക്ക് ഓർക്കാൻ വേണ്ട, എന്നെ അത് ഓർമ്മിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അവരെ അത് ഓർമ്മിപ്പിക്കേണ്ട എന്നൊക്കെ നമ്മൾ പറയും. പലരും അടുപ്പമുള്ളവർ വേണ്ട അതൊന്നും ചോദിക്കരുത്, കാരണം അത് ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഇമോഷനിലേക്ക് വീണ്ടും വരും, പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ അപോഹനം, മറവി, അതാരാണ്? ഞാനാണ്. മത്തസ്മൃതിർ ജ്ഞാനം അപോഹനം ച സർവൈഹി വേദൈഹി വേദ്യഃ അഹമേവ. സർവൈഹി വേദൈഹി, എല്ലാ വേദങ്ങളിലൂടെയും. വേദം എന്ന് പറഞ്ഞാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെയുള്ള 4 വേദങ്ങളിലൂടെയും എന്നാണോ? അല്ല. അറിവിനെ പ്രദാനം ചെയ്യുന്ന ഏത് ഗ്രന്ഥങ്ങളിലൂടെ, അത് ഹോളി ബൈബിളാണെങ്കിലും വിശുദ്ധ ഖുർആനാണെങ്കിലും ആരുടെയൊക്കെ എന്തൊക്കെയുണ്ടോ അതിലൂടെയൊക്കെ അറിയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ്? ഞാൻ, എന്നെയാണ്. എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ആളുകളുടെ ഒരാളാണോ? അല്ല. അത് ദേശകാല വസ്തു പരിമിതി ഇല്ലാത്ത, അതിർവരമ്പുകളൊന്നുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പരമമായ സത്യമാണ്. അത് ഏതെങ്കിലും ഒരു കൂട്ടർ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഒന്നല്ല. എല്ലാ വേദങ്ങളിലൂടെയും അറിയാൻ ശ്രമിക്കുന്നത്, അറിയേണ്ടവൻ ആരാണ്? അഹമേവ, ഞാൻ തന്നെയാണ്. വേദാന്തകൃത്, ഈ വേദത്തെയൊക്കെ ചമച്ചവൻ ആരാണ്? ഞാനാണ്. വേദവിത്, അതിനെ അറിയുന്നവൻ ആരാണ്? ഞാൻ തന്നെ. ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ ഈശ്വരനെ സംബന്ധിക്കുന്ന ഒരു 2 വരി പറയുമ്പോൾ പറയും, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. എല്ലാം ഭഗവാൻ. മായ ഉണ്ടാക്കിയത്, മായ നീക്കുന്നവൻ, ആ നീങ്ങിക്കഴിഞ്ഞാലുള്ള ആനന്ദം അനുഭവിക്കുന്നവൻ, സൃഷ്ടി, സ്രഷ്ടാവ്, ഉപാദാനം, സകലതും, ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം എല്ലാം. ഇവിടെ അഹമേവ വേദാന്തകൃത് വേദവിത് ച അഹമേവ, ഞാൻ തന്നെ, എന്നെ തന്നെയാണ് അതിലൂടെയും അറിയേണ്ടത്. തുടർന്ന് ഈ അധ്യായത്തിന് പുരുഷോത്തമ യോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്, 15-ാം അധ്യായത്തിൻ്റെ. എന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? ഇവിടെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 16-ാമത്തെ ശ്ലോകം നോക്കാം. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷരമേവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരഃ ച അക്ഷരഃ ച ഏവ. ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥഃ അക്ഷര ഉച്യത്തെ. 2 പുരുഷന്മാർ. ഒരു പുരുഷൻ്റെ പേര് ക്ഷരപുരുഷൻ, മറ്റൊരു പുരുഷൻ അക്ഷരപുരുഷൻ. ഇനിയുണ്ട് ഒരു പുരുഷനും കൂടെ, പുരുഷോത്തമൻ വരുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ 2 പുരുഷനെ കുറിച്ച് പറയാം. ആരാണ്? ദ്വാവിമൗ പുരുഷൗ ലോകേ. ലോകേ
ഈ ലോകത്തിൽ ക്ഷരഃ ച അക്ഷരഃ ച ഇമൗ ദ്വൗ ഏവ പുരുഷൗ. പുരുഷൗ എന്ന് പറഞ്ഞാൽ രണ്ട് പുരുഷന്മാർ. സംസ്കൃതത്തിൽ ബാലൗ രണ്ട് ബാലന്മാർ. പുരുഷഃ പുരുഷൗ പുരുഷാഹ. പുരുഷ എന്ന് പറഞ്ഞാൽ ഒന്ന്, പുരുഷൗ എന്ന് പറഞ്ഞാൽ രണ്ട്, പുരുഷാഹ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ. എത്ര വേണേ ആവാം, 3 ആവാം, 2 ലക്ഷവും 2 കോടിയും ഒക്കെ ആവാം, അസംഖ്യം. അതാണ് ഈ ഭാഷയുടെ ഒരു സൗന്ദര്യം. അപ്പോൾ ഇവിടെ എന്താണ്, ദ്വൗ പുരുഷൗ ഏവ, 2 പുരുഷന്മാരുണ്ട്. അതിൽ തത്ര ഭൂതാനി സർവാണി, സർവഭൂതങ്ങളും എന്താണ്, ക്ഷരപുരുഷനാണ്, ക്ഷരമാണ്. എന്ന് പറഞ്ഞാൽ ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നതാണ്, ക്ഷയിക്കുന്നതാണ്. കൂടസ്ഥഃ അക്ഷര ഉച്യത്തെ. കൂടസ്ഥൻ, കൂടവത് തിഷ്ഠതി ഇതി കൂടസ്ഥഃ. കൊല്ലൻ്റെ ആലയിലുള്ള ആ ഇരുമ്പിൻ്റെ വലിയൊരു സാധനത്തിന് കൊല്ലൻ മറ്റ് ഇരുമ്പ് പഴുപ്പിച്ച് അതിൻ്റെ മുകളിലിട്ടിട്ടാണ് അടിച്ചു വരുന്നത്. അതിനാണ് കൂടം എന്ന് പറയുന്നത്. അപ്പം മാറ്റമില്ലാത്തൊരു പുരുഷനുണ്ട്. അതാരാണ്? കൂടസ്ഥഃ അക്ഷരപുരുഷൻ എന്ന് പറയാം. ഇങ്ങനെ 2 പുരുഷന്മാർ, ക്ഷരപുരുഷനും അക്ഷരപുരുഷനും. ഇത് അടുത്ത ശ്ലോകത്തിൽ ഒരു പുരുഷനെയും കൂടെ അവതരിപ്പിക്കുന്നു. മനസ്സിലാക്കുക, നിങ്ങൾക്ക് സംശയം ഉണ്ടാവരുത് എന്താ സ്ത്രീയെ പറയാത്തത്. അല്ലെങ്കിലും എല്ലാം പുരുഷാധിപത്യത്തിലാണ്, എന്തുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് പറയുന്നില്ല? ഇതങ്ങനെ ഒരു ലിംഗവാചിയായിട്ടുള്ള ഒരു പുരുഷനെക്കുറിച്ചോ സ്ത്രീയെക്കുറിച്ചോ പറയുന്നതല്ല. പുരത്തിൽ ശയിക്കുന്നു എന്നുള്ളത് കൊണ്ട് പുരുഷൻ. ശരീരമാകുന്ന പുരത്തിൽ ഏതേത് ശരീരങ്ങളുണ്ടോ അതെല്ലാം പുരങ്ങളാണ്. അതിനെ തന്നെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത്. അങ്ങനെ ക്ഷേത്രത്തിൽ ശയിക്കുന്നവനാണ് പുരുഷൻ. ഇനി തുടർന്നിട്ട് 17ാമത്തെ ശ്ലോകത്തിൽ മറ്റൊരു പുതിയ പുരുഷനെയും കൂടെ അവതരിപ്പിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞത് ക്ഷരപുരുഷൻ എന്ന് പറയുന്നത് സർവഭൂതങ്ങളും ക്ഷരപുരുഷന്മാരാണ്. എന്നാൽ അക്ഷരപുരുഷൻ എന്നുള്ളതാകട്ടെ കൂടസ്ഥം, മാറ്റമില്ലാത്തതായിട്ട് നിലകൊള്ളുന്നതായിട്ടുള്ള ഒരു പുരുഷനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. നമുക്ക് നോക്കാം എല്ലാം കൂടെ എന്താവും എന്ന്. തുടർന്ന് ഇതാ 17ാമത്തെ ശ്ലോകത്തിൽ പുതിയ വേറൊരു പുരുഷനെയും കൂടെ അവതരിപ്പിക്കും. പുരുഷൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ താടിയും മീശയും, കൊമ്പം മീശ, കപ്പടാ മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരാൾ എന്ന് തൽക്കാലം കരുതേണ്ടതില്ല. നോക്കാം. ഉത്തമ പുരുഷസ്ത്വന്യഃ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ ബിഭർത്തവ്യയ ഈശ്വരഃ. എന്നാൽ ഉത്തമഃ പുരുഷഃ തു അന്യഃ പരമാത്മാ ഇതി ഉദാഹൃതഃ യഃ ലോകത്രയം ആവിശ്യ ബിഭർത്തി അവ്യയ ഈശ്വര. പറയും പരമാത്മാ ഇതി ഉദാഹൃതഃ, പരമാത്മാ എന്ന് ഇതി ഉദാഹൃതഃ ഉദാഹരിക്കപ്പെടുന്ന ആരാണ്? അവ്യയഃ, അതോ ഒരു നാശവുമില്ലാത്തതാണ്. അങ്ങനെ ഒരു ഈശ്വരഃ ലോകത്രയം ആവിശ്യ ബിഭർത്തി, ഈ 3 ലോകത്തെയും അതെന്ത് ചെയ്യുന്നു? ഭരിക്കുന്നു. ഈ സകല അനുഭവ മണ്ഡലങ്ങളെയും ഭരിക്കുന്നവൻ അവനാണ്. അവനാകട്ടെ ഉത്തമ പുരുഷഃ തു അന്യഃ, അങ്ങനെയുള്ള ഉത്തമ പുരുഷനാകട്ടെ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ്. അക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ, 3 പുരുഷന്മാർ. ഇത്
ഈ പറഞ്ഞ 3 പുരുഷന്മാരെയും മനസ്സിലാവണമെങ്കിൽ മുന്നോട്ട് പോയാലേ മനസ്സിലാവുള്ളൂ. നമുക്ക് മുന്നോട്ട് പോവാം. യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമഃ അദോസ്മി ലോകേ വേദേ ച പ്രതിതഃ പുരുഷോത്തമഃ. പറയും യസ്മാത് ക്ഷരം അതീതഃ അഹം അക്ഷരാദപി ച ഉത്തമഃ അതഃ അസ്മി ലോകേ വേദേ ച പ്രതിതഃ പുരുഷോത്തമ. യസ്മാത് യാതൊന്ന് ഹേതുവായിട്ട് അഹം ഞാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായിട്ടുള്ള പരമാത്മാവ്, ഇതിനെയാണ് പറയുന്നത് അഹം. ക്ഷരം അതീത, ക്ഷരപുരുഷനെ അതിവർത്തിച്ചിട്ടുള്ള, അതായത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ് ക്ഷരം എന്ന് പറയുന്നത്, അതിന് അതീതമായിട്ടുള്ള. ഇതൊക്കെ ഓരോരോ പുതിയ പുതിയ സാങ്കേതിക പദങ്ങളെ കൊണ്ടുവരുന്നതാണ്. കാര്യം മനസ്സിലാക്കുമ്പോൾ മുമ്പ് ചർച്ച ചെയ്ത ആശയങ്ങളാണ്. പുതിയ സാങ്കേതിക ശബ്ദങ്ങളിലൂടെ ഭഗവത്ഗീത ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. നോക്കാം, എന്താണ് ക്ഷരം, എന്താണ് അക്ഷരം എന്നൊക്കെ ഉള്ളത് നമുക്ക് മറ്റൊരു പ്രകാരത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നോക്കാം. അപ്പം ക്ഷരം എന്താണ്? നശ്വരമായിട്ടുള്ളത്, മറ്റത് അനശ്വരമാണ്. നശ്വരമായിട്ടുള്ളത് എന്താണ്? മാറ്റത്തിന് വിധേയമാകുന്നതാണ്, പ്രകൃതിയാണ്. അങ്ങനെ മാറ്റത്തിന് വിധേയമാകുന്ന ക്ഷരപ്രകൃതിയെ അതീതഃ അതിക്രമിച്ച് അക്ഷരാത് അക്ഷരത്തെക്കാളും അപി ഉത്തമഃ ച ഉത്തമമായിരിക്കുന്നത് ഏതാണോ അതഃ അതുകൊണ്ട് ലോകേ വേദേ ച പുരുഷോത്തമ പ്രതിതഃ. അതുകൊണ്ട് ലോകത്തിൽ അതുപോലെ വേദത്തിലും പുരുഷോത്തമ പ്രതിതഃ, പുരുഷോത്തമൻ പ്രകീർത്തിക്കപ്പെട്ടവനാണ് വേദത്തിൽ. എവിടെയാണ് വേദത്തിൽ അതിനെ പ്രകീർത്തിക്കുന്നത്? അതുകൊണ്ടാണ് ഒരു സൂക്തം ഈ പേരിൽ അറിയപ്പെടുന്നത്. 4 വേദങ്ങളിലുള്ള സൂക്തമാണ് പുരുഷ സൂക്തം. അതിനെ പ്രകീർത്തിക്കുന്നതാണ്, ആ പുരുഷനെ പ്രകീർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് പുരുഷ സൂക്തം എന്ന് പറയുന്നത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാംഗുലം പുരുഷ ഏവേദഗം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനഃ യദന്നേനാതിരോഹതി. അങ്ങനെ പോകുന്നു. അത് ഒരു പുരുഷ സൂക്തം നമ്മൾ ഈ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എടുക്കാം, ഒരു 2 ക്ലാസ് കൊണ്ട് 3 ക്ലാസ് കൊണ്ടോ തീർക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ആ US സമയത്ത് ചിന്മയസന്ധ്യയിൽ പുരുഷ സൂക്തം എടുത്തോ എന്ന് സംശയമുണ്ട്. നോക്കിയാൽ മതി. അപ്പം വേദത്തിൽ ആ പുരുഷനെ കുറിച്ച് പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതുതന്നെയാണ്. അതാരാണ്? സഹസ്ര ശീർഷത്തോടു കൂടിയ 1000 തലകൾ, 1000 കണ്ണുകൾ, 1000 കൈകൾ, 1000 കാലുകൾ. വീണ്ടും അതങ്ങനെ പ്രപഞ്ചത്തെ അതിവർത്തിച്ച് നിൽക്കുന്നു. അങ്ങനെ വിരാട് പുരുഷന്റെ വർണ്ണന. അപ്പോൾ വേദേച്ച് പുരുഷോത്തമ പ്രതിതഃ, ആ പുരുഷോത്തമൻ പ്രകീർത്തിക്കപ്പെട്ടവനാണ്. അപ്പോൾ അധ്യായം ഏറെക്കുറെ ഉപസംഹരിക്കുക അടുത്ത 2 ശ്ലോകങ്ങളെ കൊണ്ട്. കാരണം ഇത് ചെറിയ അധ്യായമാണ്, 20 ശ്ലോകങ്ങൾ മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ പുരുഷന്മാരെ നമ്മൾ അറിയുക? ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ പുരുഷോത്തമ യോഗം എന്നാണല്ലോ. ഈ ഭഗവാൻ ഇവിടെ ഒരു അശ്വത്ഥ വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞു.
ആ അശ്വത്ഥ വൃക്ഷത്തിന് ഈ സംസാരത്തിൻ്റെ ആ സംസാരമാകുന്ന പ്രപഞ്ചത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അതിനെയാണ് വാസ്തവത്തിൽ എന്തു പറയുന്നത്? ക്ഷരപുരുഷൻ എന്ന് പറയുന്നത്. അത് ക്ഷരമാണ്, നശിക്കുന്നതാണ്. പിന്നെ ആ സംസാര വൃക്ഷത്തിൻ്റെ കാരണമായിട്ടുള്ള, അതിൻ്റെ ബീജത്തിന് ഭൂതമായിട്ടുള്ള കാരണമായിട്ടുള്ള ഒരു ചൈതന്യമുണ്ട്. പ്രാണിനാം ദേഹമാശ്രിത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ചൈതന്യം. അതാണ് സർവത്തിലേക്കും പ്രവേശിച്ച് നമ്മളിൽ ഓരോന്നിനെയും ഓരോരോ ചെയ്തികൾക്കൊക്കെ കാരണക്കാരനായിട്ട് വർത്തിച്ചിട്ടുള്ളത്. അതാരാണ് എന്നാണെങ്കിൽ അത് അക്ഷരപുരുഷനാണ്. ഇനി ഈ രണ്ട് പുരുഷന്മാരെ അതിക്രമിച്ചതാണ് പരമാത്മാവ്. ആ പരമാത്മാവിനെയാണ് പുരുഷോത്തമൻ, ഉത്തമ പുരുഷൻ, പുരുഷോത്തമൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നരനിൽ നിന്ന് നാരായണനിലേക്കുള്ള പരിണാമം. നരൻ ക്ഷരപുരുഷനാണ്, നാരായണനോ ഉത്തമ പുരുഷനാണ്. മാനവനിൽ നിന്ന് മാധവനിലേക്ക്. മാനവൻ ആരാണ്? ക്ഷരപുരുഷനാണ്. മാധവനോ ഉത്തമ പുരുഷനാണ്. പുരുഷൻ പുരുഷോത്തമൻ, ക്ഷരപുരുഷനിൽ നിന്ന് ഉത്തമ പുരുഷനിലേക്ക്. ചിന്മയാനന്ദ സ്വാമികൾ പറയുന്ന വ്യാസരുടെ പരിണാമ സിദ്ധാന്തം. മറ്റേത് ഡാർവിൻ്റെ വാനരൻ്റെ വാല് പോയി നരനാകുന്നത്. ഇവിടെ അതല്ല. നരൻ നാരായണൻ, മാനവൻ മാധവൻ, പുരുഷൻ പുരുഷോത്തമൻ. ഇതാണ് ഈ മൂന്ന് പുരുഷന്മാർ. അധ്യായം ഭഗവാൻ ഉപസംഹരിക്കുന്നു. യോ മാമേവോ യോ മാമോവമസമ്മൂഢഃ ജാനാതി പുരുഷോത്തമം സസർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. നമുക്കതിൻ്റെ അങ്ങനെ എന്താ പറയുക, 2 മീറ്ററും കിടക്കുമ്പോൾ ഇടയ്ക്ക് ആ മീറ്റർ മാറിപ്പോകും. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാനഘ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഓം തത്സദിതി ശ്രീമദ് ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ 15ാധ്യായഃ. യോ മാം ഏവമ സമ്മൂഢഃ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹേ ഭാരത, ഹേ അർജുന, യഹ അസമ്മൂഢഃ ഏവം മാം. അർജുന, അസമ്മൂഢഃ മൂഢനല്ലാത്തവൻ, അജ്ഞാനിയല്ലാത്തവൻ. മുമ്പ് മൂഢനായിരുന്നു, ഇപ്പോൾ പ്രൊമോഷനായിട്ടുണ്ട്. അസമ്മൂഢനായിട്ടുള്ള അജ്ഞാനിയല്ലാത്ത യഹ യാതൊരുവൻ, ഏവം മാം ഇപ്രകാരം എന്നെ, എങ്ങനെയുള്ള എന്നെ? പുരുഷോത്തമം, ആ പുരുഷോത്തമനെ ജാനാതി അറിയുന്നു. സഹ അവൻ സർവവിധ സർവഭാവേന മാം ഭജതി, അവൻ എല്ലാ പ്രകാരത്തിലും എപ്പോഴും എന്നെ ഭജിക്കും. ഈ അറിവാണ് ഭജനം. അതുകൊണ്ടാണ് ഭജ് സേവായാം എന്ന് പറഞ്ഞത്. അതാണ് സേവനവും, അറിവ് തന്നെ. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാനഘ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹേ അനഘ, പാപരഹിതനായിട്ടുള്ള വിശുദ്ധനായ അർജുന, ഭാരത, ഭരതകുലോത്തമ, രണ്ട് വിളിയാണ്. ഇത് ഇപ്രകാരം ഗുഹ്യതമം ഇതം ശാസ്ത്രം, ഇത് രഹസ്യമാണ്.
കാരണം എന്താ? നിന്നിൽ തന്നെയാണ് ഞാനുള്ളത് എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ രഹസ്യം. ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ഈശ്വരൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ രഹസ്യം. അങ്ങനെയുള്ള ആ രഹസ്യം, അതേസമയം ഇതം ശാസ്ത്രം, ഇത് ശാസ്ത്രവുമാണ്. ഈ ശാസ്ത്രത്തെ മയാ തേ ഉക്തം, എന്നാൽ നിനക്ക് ഞാനത് പറയപ്പെട്ടു. ഏതത് ബുദ്ധ്വ, ഈ പറഞ്ഞതിനെ നിനക്ക് ബോധിച്ചാൽ ബുദ്ധിമാൻ കൃതകൃത്യ സ്യാത്, ബുദ്ധിയുള്ളവനാകും, കൃതകൃത്യം ചെയ്യേണ്ടത് ചെയ്ത് എന്ന ഒരു കൃതകൃത്യത എന്ന് പറയും. ഇനി എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നുമില്ല, ആ ഒരു അവസ്ഥയെ പ്രാപിക്കും അർജുന എന്ന് പറഞ്ഞുകൊണ്ട് ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു, ഭഗവത്ഗീതയാകുന്ന ഉപനിഷത്ത് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദ രൂപത്തിലുള്ള യോഗശാസ്ത്രമായിട്ടുള്ള 15-ാം അധ്യായം എന്ന പുരുഷോത്തമ യോഗം ഇവിടെ സമാപിക്കുന്നു. ഇനി നമ്മൾ 16-ാമത്തെ അധ്യായം, അത് ഈ പറഞ്ഞതുപോലെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗമാണ്. ഈശ്വരനും അസുരനും എങ്ങനെയാണ് നമ്മിലെ, ഒരു സിനിമ തന്നെ ഉണ്ട് മോഹൻലാലിൻ്റെ ദൈവാസുരം എന്ന് പറഞ്ഞിട്ട്. രണ്ടും നമ്മളിൽ ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കുന്ന ഈ ഗുണങ്ങളും, അത് ഈ ഗുണങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ചയാണിത്. ഒന്നുകിൽ നമ്മൾ അസുരനാവും, അല്ലെങ്കിൽ അർജുനൻ, അല്ലെങ്കിൽ ദുര്യോധനൻ. ഇതൊക്കെ ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ്. നമുക്ക് നോക്കാം നാളെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.